എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 2 റീയൂസ് ഐഡിയാസ് ആയിട്ടാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ കുറച്ചെങ്കിലും ഉണ്ടാവും ഇതുപോലത്തെ ഒഴിഞ്ഞിട്ടുള്ള തീപ്പെട്ടിയുടെ കവറുകൾ. ഇത്രയ്ക്കൊന്നും കാണില്ല, എന്നാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഇനി അതുപോലത്തെ കവറുകൾ കാണുമ്പോൾ എടുത്തു വയ്ക്കാനായിട്ട് തോന്നും. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് ഉള്ളിലൊരു ആഗ്രഹം തോന്നും. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എനിക്ക് ഉറപ്പുള്ള 2 ഐഡിയാസാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണണം. അതുപോലെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ഒരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് വേണ്ടത് 16 തീപ്പെട്ടികളാണ്. ഇതിപ്പോൾ ഞങ്ങൾ ബോക്സ് ആയിട്ട് വാങ്ങുന്നതുകൊണ്ടാണ് ഒരുപോലത്തെ തീപ്പെട്ടികളായിട്ടുള്ളത്. നമ്മളിപ്പോൾ സിംഗിളായിട്ട് വാങ്ങുന്നവരാണെങ്കിൽ കുറച്ചധികം നാളൊന്ന് നമ്മൾ കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ചധികം തീപ്പെട്ടി നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു 16 എണ്ണം എടുത്തിട്ട് ജസ്റ്റ് ഒരു പ്രത്യേക രീതിക്ക് ഒട്ടിക്കുകയാണ്. നിങ്ങളതൊന്ന് കണ്ട് മനസ്സിലാക്കാം കേട്ടോ. ഈ ഒരു ഐഡിയയ്ക്ക് ഒരുപോലത്തെ തീപ്പെട്ടികൾ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, നമുക്ക് കളർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളിങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ 4 എണ്ണം, പിന്നെ 3, 2, 1 ഇങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം, എൻ്റെ ഗ്ലൂ ഗൺ ഏതാണെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഇതേ നോക്കിക്കോളൂ, കണ്ടോളൂ. കണ്ടില്ലേ, ഇതാണ് എൻ്റെ ഗ്ലൂ ഗൺ. ഇതിനങ്ങനെ പ്രത്യേകിച്ച് ഒരു ബ്രാൻഡൊന്നുമില്ല. പിന്നെ നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ എന്താ പറയുക, ഇത് നല്ലൊരു ഗ്ലൂ ഗണ്ണാണ്, അതെനിക്കറിയാം. ഇതിൻ്റെ ചെറുത് ഞാൻ യൂസ് ചെയ്തപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ അടർന്ന് പോരുന്നുണ്ടായിരുന്നു. ശരിക്കും ഒട്ടാഞ്ഞിട്ടാണത്. അപ്പോൾ ഇതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇത് നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്, വലിയ മോശമൊന്നുമില്ല. ഇത് ഞാൻ വാങ്ങിയത് ഫാൻസി ഷോപ്പിൽ നിന്നാണ്. ഒരു 350-നും 400-നും ഇടയിലാണ് അന്ന് ഇതിന് വില വന്നത്. കുറേ നാളായി ഇപ്പോൾ വാങ്ങിയിട്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ കാണുന്ന ഗ്ലൂ ഗണ്ണിനൊക്കെ വില കുറവാണ് കാണുന്നത്. ഇപ്പോൾ അത് കുറഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സംശയമൊക്കെ മാറിയില്ലേ? ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. ഇപ്പോൾ ഗ്ലൂ ഗണ്ണിന് പകരം ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ നമുക്ക് ഫെവിക്കോൾ ആയാലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫെവി ബോണ്ടോ എന്തായാലും മതി. ഇനി ഞാൻ ഇതിന് ഒരു ബ്ലാക്ക് അക്രിലിക് കളർ വെച്ചിട്ടൊന്ന് കളർ ചെയ്യാണ്. ഈ ഒരു കളറും നിങ്ങൾക്ക് എല്ലാ ഫാൻസി ഷോപ്പിലും കിട്ടും, 20 രൂപയുള്ളൂ വില. അതെടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം, ഒരേ കളറിൽ വരാൻ. നിങ്ങളുടെ കയ്യിലിപ്പോൾ ഒരുപോലത്തെ തീപ്പെട്ടി ഇല്ലെങ്കിലും അപ്പോൾ പ്രശ്നമില്ലല്ലോ, എല്ലാം കളർ ചെയ്യുമ്പോൾ ഒരേ കളറാവില്ലേ. പിന്നെ ബ്ലാക്കിലാകുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് കളർ ചെയ്തെടുക്കാം കേട്ടോ. ഇത് നല്ല സ്മൂത്താണ് ഈ തീപ്പെട്ടീൻ്റെ ഒരു സൈഡൊക്കെ, അപ്പോൾ പെട്ടെന്ന് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും, ഒട്ടും പാടൊന്നുമില്ല. ഇപ്പോൾ ഇത് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ഉണങ്ങാൻ വയ്ക്കാം നമുക്ക്. പിന്നെ വേണ്ടത് കുറച്ച് പിസ്തയുടെ ഷെല്ലുകളാണ്. ഒരു 18 എണ്ണം മതി. ഇതിന് ഞാനൊരു നല്ല ഗ്ലേസിംഗ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് നേരത്തെ എടുത്ത പോലെ തന്നെ ഒരു ഗോൾഡൻ കളർ പെയിൻ്റാണ് ഇതിനെടുക്കുന്നത്. അതൊന്ന് പെയിൻറ്റ് ചെയ്യാം കേട്ടോ, എന്നിട്ട് നോക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്യാം കേട്ടോ. ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് നോക്കിയിട്ട് അതുപോലെ ചെയ്യാം.
ഒരു വാൾ ഡെക്കറിൻ്റെ ഐഡിയ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നല്ല ഭംഗിയുണ്ട് ഇരിക്കുന്നത് കാണാനായിട്ട്. തീപ്പെട്ടി കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ആരും പറയില്ല. 2 എണ്ണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഫോട്ടോ ഫ്രെയിമൊക്കെ വെക്കുന്ന പോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. സ്റ്റെപ്പിൻ്റെ സൈഡിലൊക്കെ ആ സ്റ്റെയർ കേസ് കയറുന്ന ആ ഒരു സ്ഥലത്തൊക്കെ വെക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഉള്ളതുകൊണ്ട് സ്ഥലമില്ല എനിക്ക് വെക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ പിസ്തയുടെ ഷെല്ലില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെയൊക്കെ നല്ല ഭംഗിയുള്ള തിളങ്ങുന്ന ബട്ടൺസോ അല്ലെങ്കിൽ ഷെല്ലുകളോ എന്താ കയ്യിൽ കിട്ടുകയെന്നുണ്ടെങ്കിൽ അത് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എല്ലാവരും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഐഡിയയിലേക്ക് പോവാം. അടുത്തൊരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് 12 തീപ്പെട്ടി വേണം. ആദ്യം തീപ്പെട്ടീൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വെച്ചൊന്ന് ഫില്ല് ചെയ്യണം കേട്ടോ. ഇതുപോലത്തെ വേസ്റ്റ് ആയിട്ടുള്ള തുണിയുടെ പീസോ പേപ്പറിൻ്റെ പീസോ എന്തെങ്കിലും വെച്ചിട്ട് എല്ലാ തീപ്പെട്ടികളുടെ ഉള്ളൊന്ന് ഫില്ല് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ തീപ്പെട്ടികളൊക്കെ ഒന്ന് ചുറ്റി കവർ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ കമ്പിളി നൂലില്ലേ, നമ്മുടെ വുളൻ ത്രെഡ്, അത് വെച്ചിട്ടാണ് ഈ തീപ്പെട്ടിയൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്യാം കേട്ടോ. ആദ്യം ഒന്ന് ഫെവിക്കോൾ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ നൂലിങ്ങനെ ചുറ്റിയെടുക്കാം. ഫെവിക്കോളോ ഗ്ലൂ ഗണ്ണോ ഏത് ഗമ്മായാലും മതി. ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചുറ്റിയെടുക്കുക. അപ്പോൾ നമുക്കിത് സെൻറ്റർ പീസായിട്ടോ അല്ലെങ്കിൽ ചെറിയൊരു മാറ്റായിട്ടൊക്കെ യൂസ് ചെയ്യാം. ഡൈനിങ് ടേബിളിലൊക്കെ വെക്കാൻ പറ്റും. നമ്മൾ ഉള്ളിൽ ആ ഒരു തുണി ഫില്ല് ചെയ്തുകൊണ്ട് താഴ്ന്നു പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനേക്കാളും വലുതായിട്ട് കൂടുതൽ കളേഴ്സായിട്ട് കളർഫുള്ളായിട്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അതൊക്കെ നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്തെടുക്കുക. അപ്പോൾ എന്തായാലും ഇന്ന് ഷെയർ ചെയ്ത് തന്നിട്ടുള്ള 2 ഐഡിയാസും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോന് ഒരു ലൈക്ക് തരിക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണം കേട്ടോ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിന് നേരെ വരുന്ന ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങളുടെ മൊബൈലിൽ കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും എല്ലാവരും കണ്ടു നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണം. ഇനിയിപ്പോൾ നാളെ മറ്റൊരു നല്ല ഐഡിയ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്